എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ എത്തിയിരിക്കുന്നത് കനകക്കുന്നിന് മുന്നിലാണ്. അതാ കണ്ടില്ലേ, ദേശീയ പതാക പാറി പറക്കുന്നത് കനകക്കുന്നിലാണ് നമ്മൾ. അപ്പോൾ ഇനി അങ്ങോട്ട് നല്ല ചൂടൊക്കെ ആയി വരികയാണ്. നമുക്കപ്പോൾ നമ്മുടെ കലാകാരന്മാരെല്ലാവരും ഉണ്ട്. റോഷിപാൽ ഇവിടെയുണ്ട്. റോഷിപാൽ ഡാൻസ് കളിച്ചപ്പോഴത്തേക്കും ഭാര്യ നന്നായി എന്ന് പറഞ്ഞില്ലേ? ശ്രീന മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, റോഷിപാൽ നന്നായിട്ട് കവിത ചൊല്ലുമെന്ന്. അല്ല, അതിന് മുമ്പേ സുജയ്ക്ക് സർപ്രൈസുമായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. അത് ശിശുക്ഷേമ സമിതിയുടെ ജനറൽ സെക്രട്ടറി അരുൺ ഗോപിയാണ്. അരുൺ ഗോപി എന്താണെന്ന് മനസ്സിലായില്ല. അരുൺ ഗോപിയെ നമുക്കൊന്ന് വിളിക്കാം. അപ്പോ പുള്ളിക്കാരൻ നേരത്തെ വന്നിരിക്കുകയാണ്. അപ്പോ എന്താണ് സർപ്രൈസ് ശിശുക്ഷേമ സമിതിയുടെ ജനറൽ സെക്രട്ടറി എന്ന് പറയും? ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി നമ്മൾ ആദ്യമായിട്ട് കാണുവാണ്. നമ്മൾ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, പല വിഷയങ്ങളും വിമർശിക്കാനാണ് അധികം. ജനുവരി 1-ന് ഒരു കുഞ്ഞിനെ ഡിസംബർ 25 അമ്മത്തൊട്ടില് കുഞ്ഞിനെ കിട്ടിയപ്പോ അന്ന് നമ്മൾ ക്രിസ്മസ് ഡേ കഴിഞ്ഞ വർഷവും ആലപ്പുഴ അമ്മത്തൊട്ടിൽ ഒരു ദിവസം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട്. വെളുപ്പിന് 12:30 ആലപ്പുഴ അമ്മത്തൊട്ടിലാണ് കിട്ടുന്നത്. 2025 ആദ്യ അതിഥിയാണ്. പെൺകുഞ്ഞാണ്. ആ കുട്ടിക്ക് നിധാലിയ എന്ന പേരാണ് നൽകിയിട്ടുള്ളത്. സജസ്റ്റ് ചെയ്തിരുന്ന പേരാണല്ലോ. ആരാണെന്ന് അറിയാം. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് 25-ാം തീയതി ആണല്ലോ പൊതുജനങ്ങളോട് ഈ പേര് നിർദ്ദേശിക്കാൻ സൂചിപ്പിച്ചു. അന്ന് ദിവസം വന്ന പേരുകളിൽ നിന്ന് നറുക്കിട്ടാണ് അന്ന് ഒരു പേര് നൽകിയത്. അന്ന് കിട്ടിയ മികച്ച പേരുകൾ സൂക്ഷിക്കുകയും അടുത്ത അമ്മത്തൊട്ടിൽ കിട്ടുന്ന പെൺകുട്ടികൾക്ക് ഇടുമെന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിതാലിയ എന്ന പേര് കൊടുത്തത്. ആ സന്തോഷം കൂടി താങ്ക് യു സോ മച്ച്. അപ്പോ എന്റെ മൂന്നാമത്തെ പെൺകുഞ്ഞായിട്ട് അത് മാറുവാണ്. അതെ, അതിന്റെ അർത്ഥം എന്താ? അല്ല, 2 കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ട്. അടുത്ത ഒരു കുഞ്ഞിന് പേരിട്ടു. നതാലിയ ഗിഫ്റ്റ് ആണ്, ക്രിസ്മസ് ഗിഫ്റ്റ് ആണ്. ബോൺ നത്താലെ ആദ്യം ക്രിസ്മസ് ദിനത്തിലാണ് നമുക്ക് ആ കുഞ്ഞിനെ കിട്ടിയത്. അപ്പൊ ആ ദിവസവുമായിട്ട് ചേരുന്ന ഒരു പേര് പെട്ടെന്നായിരുന്നു, ലൈവിൽ പെട്ടെന്ന് പറയായിരുന്നു. അതെ, ലൈവിൽ നമ്മുടെ അമ്മത്തൊട്ടിൽ കുട്ടി കിട്ടിയപ്പോ ഞാൻ അവിടെ ലൈവ് ഉണ്ടായിരുന്നു. അരുൺ ഗോപി ടെലിയിൽ ചേർന്ന സമയത്താണ് ഇങ്ങനെ പേര്. അപ്പൊ താങ്ക് യു സോ മച്ച്. ഉണ്ട്, നമ്മുടെ ബസ്സിലുണ്ടാവും. നമുക്കപ്പോ ആ ഒരു സന്തോഷം. നതാലിയ എത്തി ആലപ്പുഴയിലെ അമ്മത്തൊട്ടിൽ. ഈ കുഞ്ഞുങ്ങളൊന്നും അനാഥരാകരുത്, അവരെല്ലാം സനാഥരാകണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്കൊരു ആഘോഷം വേണം, ഉറപ്പായിട്ടും വേണം. പ്രസാദ് ഒരു കാര്യമുണ്ട്, അതായത് നമ്മുടെ റോഷിപാൽ നന്നായിട്ട് കവിത ചൊല്ലുമെന്ന് ശ്രീന എന്നോട് പറഞ്ഞു. മെസ്സേജ് ഉണ്ട്. അപ്പൊ രണ്ടുപേരും പഠിക്കും. അതെ, ഉറപ്പായിട്ടുണ്ട്. ഇപ്പോഴില്ല. അപ്പോ ബിൻഷാ ബാബു പറയുന്ന ഒരു ഹായ് പറയുമോ എന്ന്. അമേയ ശ്യാം ഗുഡ് മോർണിംഗ്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ ഗവൺമെന്റ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമമാണ്. ആർപ്പോ യൂറോ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അപ്പോൾ ആ പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമം ആഘോഷിക്കുന്ന ജയൻ ചേട്ടനും എല്ലാവർക്കും ആശംസകൾ. അപ്പോൾ ഗംഭീരമാക്കൂ. ബിജോ കുര്യാക്കസൊക്കെ ചുമ്മാ ഇരുന്ന് വിമർശിച്ചോളൂ, അതൊന്നും കുഴപ്പമില്ല. നമ്മൾ നമ്മുടെ രീതിക്ക് മുന്നോട്ട് പോകും. തിരുവനന്തപുരം ജില്ലയിലെ ഗ്രാമങ്ങളിൽ കൂടി ഒന്ന് കലോത്സവത്തിന് പോകണം. എരുത്താവൂർ അമ്പലത്തിന്റെ മലയിൽ നിന്നുള്ള വ്യൂ ഒക്കെ പോകാമല്ലോ. ബിൻഷാ ബാബു ഹായ്. നമുക്കപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കുമായിട്ട് നമ്മുടെ എ റഹീം MP അദ്ദേഹത്തെ കുറിച്ച് അറിയാത്ത കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി അദ്ദേഹത്തെ വീണ്ടും എയറിലാക്കിയോ? ട്രോളാവോ? എനിക്ക് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. എനിക്ക് പിന്നെ സ്ഥിരം ട്രോള് കിട്ടുന്നത് കൊണ്ട് ട്രോളൊരു വിഷയമല്ല. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇന്നിപ്പോൾ രാവിലെ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഞാൻ ഈ മൊബൈൽ ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ ആദ്യം കണ്ടൊരു പോസ്റ്റ്, വാർത്താ മാധ്യമ രംഗത്തെ ലേഡി സൂപ്പർ സ്റ്റാർ സുജയ പാർവതി എന്ന് ഞാൻ കണ്ടു. ഞാൻ സത്യമായിട്ട് ഇതൊന്നും പറഞ്ഞു പറയിപ്പിക്കുന്നതല്ല കേട്ടോ, ആൾക്കാരെ വിചാരിക്കും. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, അവരൊരു സന്തോഷം കൊണ്ട് പറയണ കേട്ടോ. ഞാൻ റിപ്പോർട്ടറെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും ഒരു പെർഫോമർ ആണെന്ന് ഞാൻ ആദ്യമായിട്ടാണ്. മോനെ ഒരു ബിരിയാണി കൂടി ഇതിപ്പോ എന്നെ നിർത്തി അങ്ങ് അപമാനിക്കുവാണോ? സീരിയസ്ലി ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ ടീമിനോട്, ഞങ്ങൾക്ക് ഇത്രയും എനർജി തന്നത് സുജ മാഡം. താങ്ക് യു. അപ്പോ നമുക്ക് ആ ഒരു എനർജി ടീമിലോ. എനിക്കൊരു റിക്വസ്റ്റ് കൂടെ ഉണ്ട് മാഡത്തിനോട്. ഞങ്ങൾക്ക് നാടൻപാട്ട് ഒരു സംഘടനയുണ്ട്, ഫാം എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ഫംഗ്ഷൻ ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഒരു ഫംഗ്ഷന് മാഡം അവിടെ വരണം. അതെൻ്റെ ഒരു റിക്വസ്റ്റ്. ആൻഡോ സാർ സമ്മതിക്കണം, ആൻഡോ സാറിനോട് ചോദിക്കട്ടെ. ഉറപ്പായിട്ടും വരണം കേട്ടോ. കലാഭവൻ മണിയുടെ അതെ, കലാഭവൻ മണിയുടെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് മണിച്ചേട്ടനെ. ജനുവരി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം മണിച്ചേട്ടനെ നമ്മൾ ഓർക്കുന്ന ദിവസം കൂടിയാണ് അല്ലേ? അപ്പോൾ മണിച്ചേട്ടന്റെ ഓർമ്മയിൽ നമുക്കൊരു നല്ല പെർഫോമൻസ് ഈ കനകക്കുന്നിന് മുന്നിൽ വെച്ച് നമ്മുടെ കുഞ്ഞ് നതാലിയയ്ക്ക് വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ? നാടൻപാട്ട് ഇഷ്ടമല്ലേ? പാട്ട് പാടുവോ? കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? സ്കൂൾ കലോത്സവങ്ങളെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. കണ്ട ആളൊരു പരുക്കനാണ്, പക്ഷേ ആള് സരസനാണല്ലേ? അപ്പൊ ഈ പാട്ടിനൊപ്പം ചുവട് വെക്കാലോ? നോക്കാം. അപ്പൊ നമുക്ക് നല്ലൊരു പാട്ടിലേക്ക് പോവാം. ആരാ പാടുന്നത്?
നാടൻ പാട്ട് വേണോ ഫിലിം സോങ് വേണോ? ഫിലിം സോങ് എടുക്കാം. അപ്പൊ കൂടുതൽ ആളുകളുണ്ട്. നമുക്ക് അപ്പുറത്തേക്കൊന്ന് കിടക്കാം. റെഡിയല്ലേ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിതാ നേരെ കനകക്കുന്നിന് മുന്നിലേക്ക് പോവുകയാണ്. ട്രാഫിക് ഒക്കെ സൂക്ഷിച്ച് നമുക്ക് അപ്പുറത്തേക്ക് പോകാം. നമുക്ക് നേരെ അപ്പുറത്തേക്ക് പോകാം. കനകക്കുന്നിന് മുന്നിൽ നിന്ന് ഒരുപാട് പരിപാടികൾ നടക്കാറുള്ളതാണ്. കബനി നദി എന്ന വേദിയാണ് ഇവിടെയുള്ളത്. വേദികളിലേക്ക് നമുക്ക് പോകണം. വേദികളിലേക്കൊക്കെ കുഞ്ഞുങ്ങളൊക്കെ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം.